ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ മുതൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് എന്ത് വെക്കാം, അതായത് ലഞ്ചിന് എന്ത് കുക്ക് ചെയ്യാന്ന്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആദ്യം രാവിലെ എന്ത് വെക്കണം, പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ആലോചിക്കും ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, പിന്നെ രാത്രി എന്തുണ്ടാക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയണത് അല്ലേ. ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കണത് അതായിരിക്കും. എന്ത് ഭക്ഷണം ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ഉണ്ടാക്കാം, 3 നേരവും എന്ത് കഴിക്കാം എന്നൊക്കെ ആയിരിക്കും അല്ലേ. എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. കാരണം ഇന്നലെ രാത്രി തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തി മീൻസ് കടയിൽ നിന്ന് പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ട് അത് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് കറി വെച്ചായിരുന്നേ. അപ്പോൾ രാവിലെ ഹസ്ബൻഡിന് അതൊക്കെ കൊടുത്തയച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് അത് മതി. പിന്നെ എമ്രുവിന് ഇപ്പോൾ ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പോൾ ദോശ ചുട്ട് കൊടുത്ത് അതുപോലെ തന്നെ മുട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമ്രു അത് കഴിക്കുന്നുണ്ട്. എമ്രുവിനെ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം ഞാൻ എമ്രുവിനെ കാണിച്ചു തരാം. എമ്രു ഇവിടെ ഇരുന്ന് മുട്ട കഴിക്കുന്നുണ്ട്, പാല് കുടിക്കുന്നുണ്ട്. എമ്രു സേ ഹായ്. ഇവനാണെങ്കിൽ എൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടിടും. എൻ്റെ ഒരു പേഴ്സണൽ തിങ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അതാണ് ഞാൻ മാറ്റിയത്. അവിടെ എത്തി നോക്കിയാണ്. എമ്രോ എവിടെ എൻ്റെ എമ്രോ സേ ഹായ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ് പറ. ഉറക്കം എഴുന്നേറ്റിരിക്കുകയാണേ, പറയൂലേ, ചിരിക്കണ്. ഹായ് പറ. ഹായ് 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 പറ. ഓക്കെ. അപ്പോൾ എമ്മറു എന്തായാലും കഴിക്കട്ടെ. ഞാൻ ചായയൊന്നും കുടിച്ചില്ല, ചായ ഇനി ചൂടാക്കണം. ഞാൻ ആദ്യം തന്നെ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ വന്ന് അവനുള്ള കാര്യങ്ങൾ ചെയ്ത് കേട്ടോ. കാരണം ഫസ്റ്റ് നമുക്ക് അവനാണല്ലോ മെയിൻ. അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്തിട്ടാണ് ഓടി വന്ന് ഇനി എൻ്റെ ചായയൊക്കെ ചൂടാക്കാൻ പോകുന്നത്. പിന്നെ രാവിലെ എഴുന്നേക്കും, അത് വേറെ കാര്യം. എഴുന്നേറ്റാലും ഞാൻ അങ്ങനെ ചായയൊന്നും കുടിക്കൂല. എല്ലാ ഹസ്ബൻഡിനുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി കടന്ന് സുഖമായിട്ട് ഉറങ്ങും. കാരണം ഇവ ഉറങ്ങുന്ന സമയമല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ എഴുന്നേറ്റിരുന്നാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ഉമ്മയൊക്കെ മുമ്പ് പറയും, അതായത് കൊച്ചൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ പാരൻസും പറയുന്ന കാര്യമാണല്ലേ നമ്മളടുത്ത്, കൊച്ചുറങ്ങണ സമയം ഉറങ്ങിക്കോ, അപ്പോഴേ ഉറങ്ങാൻ പറ്റുള്ളെന്ന്. അത് പറയണ സത്യം തന്നെ. പക്ഷെ നമുക്ക് പകൽ സമയം അവരുറങ്ങുമ്പോൾ ഉറങ്ങാന്ന് നോക്കുമ്പോൾ ഒരുപാട് ജോലി കാണുമല്ലേ. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ. എനിക്ക് കിടക്കണം എന്ന് തോന്നിയാൽ ഞാൻ കിടക്കും, ജോലിയൊക്കെ ഞാൻ അവിടെ ഇട്ടിരിക്കും. ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങിക്കോളും. അങ്ങനെ ഞാൻ ചായയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചായയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഒന്ന് ചായ കുടിക്കണം. നമുക്ക് ചായ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇന്ന് ചായ ഉണ്ടാക്കിയപ്പോൾ കുറഞ്ഞോയെ, പിന്നെ എനിക്കത് മതി, കുഴപ്പമില്ല. തൽക്കാലം ഞാൻ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് കഴിക്കണം. ഞാൻ ഉരുളക്കിഴങ്ങ് കറി വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി. കുറച്ച് തന്നെ ഉണ്ടാക്കിയോളൂ. ഇന്നലെ രാത്രിയത്തേക്കും അതുപോലെ തന്നെ ഇന്ന് രാവിലെ എടുക്കണമല്ലോ. എനിക്ക് റീക്കാക്ക് മാത്രമാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കിയോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി. ചപ്പാത്തിയൊക്കെ ഞാൻ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. 2 ചപ്പാത്തി എന്തോ ഉണ്ട്, അപ്പോൾ അത് മതി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഇത് തന്നെ കഴിക്കുന്നത് വലിയ അത്ഭുതമാണ്. കാരണം രാവിലെ എന്ത് കഴിച്ചാലും ഇറങ്ങൂലല്ലോ. പ്രത്യേകിച്ച് ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് ഒട്ടും കഴിക്കാൻ തോന്നൂല. അങ്ങനത്തെ ഒരു സാധനമാണ്. എനിക്കാണെങ്കിൽ പൊതുവേ ചപ്പാത്തി ഇഷ്ടമല്ല. എന്നെ പോലെ ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർ കോമന്റ് ചെയ്യണം കേട്ടോ. ചിലർക്ക് ചപ്പാത്തി ഭയങ്കര ഫേവററ്റ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ മദ്രസയിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ടാണേ. ചപ്പാത്തി എന്ന് പറയുന്നത് ജീവനാണ്. അപ്പോൾ പക്ഷെ എനിക്ക് പണ്ടേ ചപ്പാത്തി ഇഷ്ടമില്ല. പിന്നെ ഞാൻ ഇവിടെ എൻ്റെ റീക്ക, ഞാൻ എന്തിന് ഫ്രണ്ടിനെ പറയണം, എൻ്റെ ഹസ്ബൻഡിനെ തന്നെ പറഞ്ഞാൽ പോരെ. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. 3 നേരം ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താലും റീക്ക നല്ല ഹാപ്പി ആയിട്ട് ഇഷ്ടത്തോടെ കഴിച്ചോളും. പക്ഷെ എനിക്ക് പറ്റൂല. പിന്നെ ഞാനിവിടെ ചപ്പാത്തി റീക്കാക്ക് വേണ്ടി വെക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് വേറെ ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഞാൻ ചപ്പാത്തി തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കും. കുഴപ്പമില്ല, ഇഷ്ടമില്ലെങ്കിലും ഇപ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കഴിക്കാതെ ഒന്നും ഇരിക്കൂല, കിട്ടണ എന്താണോ അതൊക്കെ തിന്നും. ഇപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ പോയി ഇനി ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചാൽ. ഇന്ന് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടണം. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ടൊമാറ്റോ റൈസ് വെച്ചാലോ എന്നാണ് രാവിലെ മുതൽ ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിച്ചത്.
അപ്പം നിങ്ങൾ വിചാരിക്കും എപ്പോഴും ടൊമാറ്റോ റൈസേ ഉള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ എളുപ്പത്തിന് എനിക്ക് അതാണ് ഈസി കേട്ടോ. എമ്പ്രൂണിയം വെച്ചിട്ടേ നമുക്ക് ബേബിയൊക്കെ ഉള്ളവർക്ക് അറിയാലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങ് കഴിക്കണം. പിന്നെ പ്രത്യേകിച്ച് വേറെ ആരും ഇല്ലല്ലോ, നമ്മളല്ലേ കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ഈസി എന്ന് പറയുന്നത് എമ്പ്രൂ ഉള്ളത് കാരണം ഈ ടൊമാറ്റോ റൈസ് ഇങ്ങനെയുള്ള കുക്കറിൽ വെക്കുന്ന റൈസൊക്കെയാണ് എനിക്ക് ഏറ്റവും എളുപ്പം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെച്ചോറ്, ഈ തക്കാളി ചോറ് ഇതൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഈ ടൊമാറ്റോ റൈസ് വളരെ ഈസിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻഡ് സ്ക്രീനിൽ കൊടുക്കാവേ, കാണാത്തവർ കാണണേ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റിയും കൂടെയാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഈ ഒരു ടൊമാറ്റോ റൈസ് ചില സമയം ഞാൻ പൊട്ടറ്റയൊക്കെ ഫ്രൈ ചെയ്യും. അപ്പോൾ എനിക്കത് സമയം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ അല്ലെങ്കിൽ റൈത്ത ഉണ്ടാക്കിയിട്ട് അതും വെച്ച് കഴിക്കും. ഇനി റൈത്തയും ഉണ്ടാക്കിയില്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൊമാറ്റോ റൈസ്, അങ്ങനെ വെറുതെ ആയാലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും റെസിപ്പി ഞാൻ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇന്ന് കാണിച്ചു തരാം, പറ്റിയ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാവേ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇനി ഞാൻ പോയി ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയും കഴിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ചപ്പാത്തി ഉണ്ടായിരുന്നു. 2 ചപ്പാത്തി കറി ഞാൻ രാവിലെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ചൂടാക്കുന്നൊന്നുമില്ല, അങ്ങനെ കഴിക്കാൻ പോവുകയാണ്. മതി, ഇത്രയും മതിയാവും എനിക്ക് കഴിക്കാൻ. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇന്ന് ഇങ്ങനൊരു വ്ളോഗ് എടുക്കണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തോ എനിക്ക് ഇങ്ങനൊരു വ്ളോഗ് എടുക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് തോന്നുമ്പോൾ അങ്ങ് വീഡിയോ എടുക്കണമല്ലോ, മടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു വ്ളോഗ് ആവാന്ന്. അങ്ങനെയാണ് ഇന്ന് വ്ളോഗ് എടുക്കുന്നത്. നല്ല പൊട്ടറ്റോ കറി ഞാൻ വെച്ചുകൊണ്ട് പറയാമല്ലോ, കൊള്ളാം. ഇന്നലെ രാത്രി ഇതുപോലെ തന്നെ രാത്രി എന്തുണ്ടാക്കാമെന്നും പറഞ്ഞ് ആലോചിച്ചിട്ട് പെട്ടെന്ന് പൊട്ടറ്റോ കറി ഉണ്ടാക്കിയതാണ്. കുക്കറിലിട്ട് അങ്ങ് ഉണ്ടാക്കും, അപ്പോൾ ഈസിയാണ്. പിന്നെ റീക്കൊണ്ടായിരുന്നു എമ്പ്രൂനെ നോക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ തിന്ന പാത്രമൊക്കെ കഴുകി വെക്കണ്ടേ. ഇനി കഴുകാണ്ട് അവിടെ ഇട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ മടി പിടിച്ചിരിക്കും. അതുകൊണ്ട് അപ്പോൾ തന്നെ കഴിച്ചത് അങ്ങ് കഴുകി വെക്കാറാണ് പതിവ്. ചില ദിവസങ്ങളിൽ അല്ലാതെ പതിവ് തെറ്റിക്കാറുണ്ട്, സ്വാഭാവികം, മനുഷ്യരല്ലേ. അപ്പോൾ എമ്പ്രൂൻ്റെ പാത്രം ഞാൻ എന്തായാലും അവൻ കഴിച്ച ഉടനെ തന്നെ കഴുകി വെക്കും, അങ്ങനെ മാറ്റി വെക്കാറില്ല. ബാക്ടീരിയാസ് ഒന്നും വരണ്ടെന്നും പറഞ്ഞിട്ട്. എമ്പ്രൂ ബോട്ടിലൊക്കെ എടുത്തിട്ട് പുറത്ത് എറിയാത്തത് ഭാഗ്യം കൊണ്ടില്ല, അവിടെ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഗൈസ്, ഞാനതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി എമ്പ്രൂനെ ഞാൻ ഹൈ ചെയറിൽ നിന്ന് ഒന്ന് താഴെ ഇറക്കട്ടെ. ഇനി കുറച്ച് നേരം അവൻ നിന്ന് കളിക്കട്ടെ. ഇത്രയും നേരം ഇരിക്കുകയായിരുന്നില്ലേ, അതുകൊണ്ട് ഇനി ഇരിക്കൂല. അപ്പോൾ ഇനി കുറച്ച് നേരം അവനെ ചെയറിൽ നിന്നെടുത്ത് ഞാൻ താഴെ വിടും, അവൻ കളിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറേ നേരം കഴിയുമ്പോഴായിരിക്കും പിന്നെ വീണ്ടും പിടിച്ച് ചെയറിലിരുത്തുന്നത്. കാരണം ആ സമയം എനിക്ക് ലഞ്ചിനി ഉണ്ടാക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം എമ്പ്രൂനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും, അതാണ് എൻ്റെ ജോലി. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മായെ സാധാരണ വിളിക്കാറുണ്ട്, ഇനിയിപ്പോൾ ഉമ്മായും വിളിക്കണം, കോളയും. ഇതൊക്കെയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. എമ്പ്രൂന് സ്വർഗം കിട്ടിയ ഫീലാണ്. ഇതാ ചെയറിൽ നിന്ന് ഇറക്കിയപ്പം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടെയാണേ. ആദ്യം വന്നിട്ട് മേശയിലിരിക്കണ പാൽക്കുപ്പി എടുക്കണം, അതിലവൻ പാലൊക്കെ കുടിച്ച് തീർന്ന്, എന്നിട്ട് ആ ബോട്ടിൽ അന്വേഷിച്ച് വരെയാണ്. പിന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ ആ ബോട്ടിലെടുത്ത് കാണിച്ചു കൊടുത്തു, അതിലൊന്നും ഇല്ലെന്ന്. ദേഷ്യം വന്ന് ഒരു ഏറി, എന്നിട്ട് തിരിച്ചു ചെന്ന് ആ ബോട്ടിലൊക്കെ എടുത്തോണ്ട് വന്ന് എന്നിട്ട് ഇവിടെ നിന്ന് കുറേ നേരം നിന്ന് കളിച്ചു. ഭയങ്കര ഫുട്ബോൾ കളിയാണ്, ഫുട്ബോളാണ് ഭയങ്കര ഇഷ്ടം. ചെറിയ ബോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ കാല് വെച്ച് തട്ടി തട്ടി കളിച്ചോളും. അവൻ എന്ന് നടക്കാൻ തുടങ്ങിയോ അന്നും തുടങ്ങിയതാണ് ഈ ബോൾ കളി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ബോൾ കളിക്കാൻ. ഇനി ഇവനെ ഒന്ന് ഞാൻ കുളിപ്പിച്ചിട്ട് വരാം. ചിരിക്കണ അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിടിച്ച് വെച്ച് എങ്ങനെയൊക്കെയോ ഒരു സ്റ്റിക്കർ കിട്ടിയേട്ടോ. ആ സ്റ്റിക്കറും വെച്ച് ഇവിടെ കിടപ്പുണ്ട്. ഡ്രസ്സും ഡയപ്പറും ഒക്കെ ഇട്ട് കൊടുത്ത്. തലയാണെങ്കിൽ നല്ല പോലെ തുടയ്ക്കാൻ സമ്മതിക്കൂല, അവനാണെങ്കിൽ ഇരുന്ന് തരേയില്ല. ഇപ്പോൾ ഒരു സ്റ്റിക്കർ കണ്ടോണ്ട് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ് ഞാൻ തല തുടച്ച് കൊടുക്കുന്നത് നല്ല പോലെ. അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നിന്ന് കളിക്കട്ടെ, ലഞ്ചൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇപ്പോൾ ഇവനെ പിടിച്ച് ഇനി വീണ്ടും ഹൈ ചെയറിൽ ഇരുത്തി അവ ഇരിക്കൂല, കിടന്ന് കരഞ്ഞ് വിളിക്കും. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കളിക്കട്ടെ. കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മതിയായെന്ന് തോന്നുമ്പോൾ അവനെ പിടിച്ച് ഞാൻ വീണ്ടും ഹൈ ചെയറിലോട്ട് ഇരുത്തും. അങ്ങനെയാണ് ചെയ്യാറ്. ഭയങ്കര ഓട്ടമാണ്. എൻ്റെ കൂടെയാണ് നിന്ന് കളിക്കണത്, ഞാനും കൂടെ നിന്ന് ഓടിക്കളിക്കുകയാണ്. ഇന്നലെ രാത്രി ഇതുപോലെയായിരുന്നു, ഞാൻ അവനും കൂടെ ഓടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവന് കുറച്ച് ഗ്രീക്ക് യോഗേർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്, അത് കൊടുക്കാൻ വേണ്ടി പിടിച്ചിരുത്തിയിട്ടുണ്ട് ചെയറിൽ. ഇത് കൊടുത്തിട്ട് പോയി ലഞ്ച് വെക്കാമെന്നാണ് എൻ്റെ പ്ലാന്. പക്ഷേ അത് നടന്നില്ല. അത് ഞാൻ എന്താണെന്നുള്ള വഴിയെ പറയാം.
അപ്പോൾ അത് ഗ്രീക്ക് യോഗേർട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ യോഗേർട്ടേ കൊടുക്കുള്ളൂ, ഞാൻ അങ്ങനെ ഫ്ലേവർ ഉള്ളത് അധികം കൊടുക്കാറില്ല. കഴിഞ്ഞ തവണ ബ്ലൂബെറി മേടിച്ചു, കണ്ടപ്പോൾ മേടിക്കണമെന്ന് തോന്നി മേടിച്ചതാണ്. അത് കൊടുത്ത്, എന്നാലും ഞാൻ മോസ്റ്റ്ലി അവന് ഈ പ്ലെയിൻ യോഗേർട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ഗ്രീക്ക് യോഗേർട്ട് ഞാൻ വലിയ കാര്യത്തിൽ എനിക്ക് വാങ്ങിച്ചതാണ് കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ കഴിക്കണതൊക്കെ അവനാണേ. സമയം എന്താ 1 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞാൻ അവനെ തൽക്കാലം ചെയറിൽ ഇരുത്തിയിട്ട് ലഞ്ച് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് പോയപ്പോഴത്തേക്കും തുണി ഇടുന്ന കാര്യം ഓർമ്മ വന്നു. അങ്ങനെ പെട്ടെന്ന് പിന്നെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വാഷിംഗ് മെഷീനിലോട്ട് തുണിയൊക്കെ എടുത്ത് തട്ടുന്നുണ്ട്. അങ്ങനെ തുണി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജോലി കഴിഞ്ഞല്ലോ. പിന്നെ വിരിക്കുന്നത് ഞാൻ ഭയങ്കര മടിച്ചാണ്. എനിക്കിഷ്ടമില്ലാത്ത പണിയാണ് ഈ തുണി വിരിച്ചിടുന്നത്. തുണിയൊക്കെ അതായത് ഉണങ്ങാൻ വേണ്ടി വിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് റീക്കായെ കൊണ്ട് ചെയ്യിപ്പിക്കും. റീക്കായ്ക്ക് കൊടുക്കുന്ന ജോലിയാണ് തുണി വിരിക്കൽ കേട്ടോ. അപ്പോൾ തുണിയൊക്കെ എടുത്ത് വയ്ക്കും ഞാൻ, കുഴപ്പമില്ല. പക്ഷേ ഈ തുണി ഇടുന്നതും കുഴപ്പമില്ല. പക്ഷേ ഈ ഉണങ്ങാൻ വേണ്ടി വിരിച്ചിടുന്നതാണ് എനിക്കിഷ്ടമില്ലാത്ത. അപ്പോൾ എന്തായാലും പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ എടുത്ത സാധനമൊക്കെ തിരിച്ചു കൊണ്ടുവയ്ക്കണമെന്ന്. അപ്പം ഞാൻ എടുത്തിടത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇതാ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം പറയാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കിയാണ്. എംബ്രോ അവിടെ വെയിറ്റിങ്ങിലാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തക്കാളി ചോറാണ് വെക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ സ്ക്രീനിൽ കൊടുക്കാവേ. അപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. ഞാൻ ആദ്യം ഓയിലും ഗീയും കൂടെ ഒഴിച്ചിട്ട് അതിലോട്ട് എല്ലാ കുരുമുളകും അതുപോലെ കാർഡമൺ, സിനമൺ സ്റ്റിക്ക്, ക്രാമ്പ് അതായത് ക്ലോവ്സ് ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ തല്ലിയതാണ് ഇട്ടത്. പിന്നെ കുറച്ച് സവാള, തക്കാളി, കറിവേപ്പില, മല്ലിയില ഇത്രയും കൂടെ ഇട്ട് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല. ഇനി ഗരം മസാല ഇട്ടപ്പോൾ കൂടിപ്പോയി, കുഴപ്പമില്ല. പിന്നെ മഞ്ഞപ്പൊടി, ഈസ്റ്റേണിൻ്റെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാരണം എമ്രൂന് കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് പച്ചമുളകും ഇതിൽ കീറിയിടാവേ. ഞാൻ തൽക്കാലം ഇടുന്നില്ല, സാധാരണ ഇടുന്നതാണ്, ഇന്ന് ഇടുന്നില്ല. എമ്രൂന് ഇത് കൊടുക്കാൻ വേണ്ടി പ്ലാനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് അപ്പോൾ ഇരിക്കണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇടുന്നത്. പക്ഷേ എനിക്ക് കളർ വേണം, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. മുളക് പൊടി ഇടണം, പക്ഷേ ഇതിൽ ഞാനിപ്പോൾ എമ്രൂന് കൊടുക്കണോണ്ട് മുളക് പൊടി ഇട്ടിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കുക്കർ അങ്ങ് അടച്ച് വയ്ക്കാം. ഇനി ഒരു കുറേ വിസിലങ്ങ് അടിക്കട്ടെ, അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡിയാവും. സിമ്പിൾ. പിന്നെ ഞാനിവിടെ റൈത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു തൈര് കൊടുക്കാമല്ലോ. അങ്ങനെ ഇതാ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ എമ്രൂന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എമ്രുത എൻ്റെ അടുത്ത് പാത്രം കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. പാവം വിശന്നിരിക്കുകയാണ്. മണി ഇപ്പോൾ ഒരു 1:45 കഴിഞ്ഞിട്ടുണ്ട്. 1:50 കഴിഞ്ഞ് കേട്ടോ. പിന്നെ മാങ്ങയും കൂടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവന്. സോ ഗായ്സ്, ഇവിടെ ഇപ്പോൾ സമയം 2:15 ആയിട്ടുണ്ട്. ഞാൻ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ എമ്രൂന് വലിയ കാര്യത്തിൽ ചോറ് എടുത്തുകൊണ്ട് വന്നെങ്കിലും അവന് ഇരിക്കുന്ന പോലെ ഇരുന്നോണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ദോശ ചുട്ടു കൊടുത്തു. ഇന്നിപ്പോൾ ലേറ്റായി ലഞ്ച് കഴിക്കാൻ വേണ്ടി. വേറെ ഒന്നുമല്ല, ഇവനാണെങ്കിൽ 1 മണിയായപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇവിടെ ഇപ്പോൾ സമയം 1 മണി ആവാറായിട്ടുണ്ട്, ഇനി ജോലി ചെയ്യാൻ പോണെന്ന്. പക്ഷേ അപ്പോഴത്തേക്കും അവന് ഉറക്കം വരുന്ന പോലെ ഇരുന്നു. പിന്നെ ഞാൻ അവൻ്റെ ചെയറിൽ നിന്ന് അവനെ എടുത്തിട്ട് ഉറക്കാൻ വേണ്ടി നോക്കിയിട്ട് അവൻ ഉറങ്ങി. അങ്ങനെ ഒരു 3/4 മണിക്കൂർ വേസ്റ്റായേ. അതാണ് ഇന്നിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ലഞ്ച് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് നോക്കണ്ട, എമ്മുവാണ്. അവന് ലഞ്ചൊക്കെ കൊടുത്തല്ലോ, ഇനി ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചിട്ട് അവനെ കൊണ്ടുപോയി ഉറക്കിയിട്ട് ഇനി എൻ്റെ എഡിറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂഷ്വലി മോർണിംഗ് ടു ആഫ്റ്റർനൂൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ്സൊക്കെ ഇഷ്ടമാണോ ഇല്ലേ എന്നൊക്കെ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വ്ളോഗിൽ കാണാം. ഞാൻ ലഞ്ച് കഴിക്കട്ടെ, ചൂടാറിപ്പോവും. അതുമല്ല നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കഴിക്കട്ടെ. ഓക്കെ, പുതിയ വ്ളോഗിൽ കാണാം. ടാറ്റാ.